രാജ്യസുരക്ഷ എന്നത് ഇനി മുതൽ അതിർത്തി കാക്കുന്ന സൈന്യത്തിന്റെയോ പോലീസിന്റെയോ മാത്രം ചുമതലയല്ല. പുതിയ ഇന്ത്യയിൽ ഓരോ പൗരനും രാജ്യത്തിന്റെ സുരക്ഷാ ഭടന്മാരാണെന്ന വലിയ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ശത്രുക്കൾക്ക് ഇന്ത്യയെ സാങ്കേതിക വിദ്യ കൊണ്ടോ സൈനിക ബലം കൊണ്ടോ മാത്രം തകർക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങളുടെ ഇച്ഛാശക്തിയാണ്. ഗാന്ധിനഗറിലെ രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റിയുടെ RRUവിന്റെ 5ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ചരിത്രപരമായിട്ടുള്ള ഒരു പുതിയ ഉണർവിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഡോവൽ പ്രഖ്യാപിച്ചു. രാജ്യത്തിന്റെ സുരക്ഷാ കാര്യങ്ങളിൽ ജനങ്ങൾക്കുള്ള ഈ പുതിയ അവബോധം നമ്മുടെ കൂട്ടായ ശക്തിയാണ് വർദ്ധിപ്പിക്കുന്നത്. ഈ കൂട്ടായ ശക്തിയാണ് രാജ്യത്തിന്റെ ആത്മവീര്യം കെട്ടിപ്പടുക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഏതൊരു യുദ്ധത്തിന്റെയും പ്രധാന ലക്ഷ്യം ശത്രുരാജ്യത്തിന്റെ ആത്മവീര്യം തകർക്കുക എന്നതും അതുവഴി നമ്മുടെ വ്യവസ്ഥകൾക്കനുസരിച്ചുള്ള ഒരു ഉടമ്പടി അംഗീകരിക്കാൻ അവരെ നിർബന്ധിതരാക്കുക എന്നതുമാണ്. സൈനിക ശക്തി, സാങ്കേതിക വിദ്യ, നയതന്ത്രം, കൂടാതെ രാജ്യത്തിന്റെ മാനുഷിക പ്രകൃതി വിഭവങ്ങൾ എന്നിവയെല്ലാം ചേരുന്ന സങ്കീർണമായ ഒന്നാണ് ഈ ദേശീയ സുരക്ഷ എന്ന് പറയുന്നത്. എന്നാൽ ഈ സമഗ്രമായ ദേശീയ ശക്തിയെ വിലയിരുത്തുമ്പോൾ ജനങ്ങളുടെ ആത്മവീര്യം എന്ന ഘടകം പലപ്പോഴും വിട്ടുപോകുന്നുവെന്ന് ഡോവൽ ഓർമ്മിപ്പിച്ചു. വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റുകളാണ് അദ്ദേഹം ഈ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ ഈ ഇച്ഛാശക്തിയെ തകർക്കാൻ ഇനി ഒരു ശത്രുവിനും കഴിയില്ല എന്ന ശക്തമായിട്ടുള്ള സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. ഇതേ ചടങ്ങിൽ വെച്ച് ഡോവലിന്റെ ആജീവനാന്ത സേവനങ്ങളെയും തന്ത്രപരമായ കാഴ്ചപ്പാടുകളെയും മാനിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചു. രാജ്യം നേരിടുന്ന പുതിയ കാലത്തെ വെല്ലുവിളികളെക്കുറിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും വേദിയിൽ സംസാരിച്ചു. രാജ്യത്ത് നക്സലിസത്തിനെതിരെ നിർണായകമായിട്ടുള്ള വിജയം നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞുവെന്ന് ദ്രൗപദി മുർമു വ്യക്തമാക്കി. ഈ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച കേന്ദ്ര സായുധ പോലീസ് സേനയും സംസ്ഥാന പോലീസുകളെയും രാഷ്ട്രപതി അഭിനന്ദിച്ചു. എന്നാൽ ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി സൈബർ കുറ്റകൃത്യങ്ങളും ഡിജിറ്റൽ അറസ്റ്റും ഫിഷിംഗ് ആക്രമണങ്ങളും ഒക്കെയാണെന്ന് പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. ഇത്തരം സൈബർ വെല്ലുവിളികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നാഷണൽ ഡിഫൻസ് യൂണിവേഴ്സിറ്റി പോലുള്ള സുരക്ഷാ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തം വളരെ വലുതാണെന്ന് രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു. ഭാവിയിൽ സുരക്ഷാ വിദ്യാഭ്യാസത്തിനുള്ള ഒരു മികച്ച ആഗോള കേന്ദ്രമായി ഈ യൂണിവേഴ്സിറ്റി മാറുമെന്ന പ്രത്യാശയും രാഷ്ട്രപതി പങ്കുവച്ചു. പരമ്പരാഗത യുദ്ധരീതികളിൽ നിന്നും മാറി സാങ്കേതികവും മാനസികവുമായ യുദ്ധങ്ങളെ നേരിടാൻ ഇന്ത്യ പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു. അതിർത്തിയിലെ സൈനികരോടൊപ്പം 140 കോടി ജനങ്ങളുടെ കൂട്ടായ കരുത്തും ജാഗ്രതയുമാണ് ഇനി ഇന്ത്യയുടെ പ്രതിരോധ കവചം എന്ന് ഉറപ്പിക്കുകയാണ് ഈ വാക്കുകൾ.